ഞങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവിന്റെ ഇഷ്ടമായി സ്വീകരിപ്പാനും ആത്മാർത്ഥമായി നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പ്രിയ പിതാവേ, അങ്ങേ തിരുക്കുമാരനെ കർത്താവായ യേശുക്രിസ്തുവിനെ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നൽകിത്തന്ന അങ്ങേ ദൈവകൃപയെ ഓർത്ത് ഞങ്ങളിനെ സ്തുതിക്കുന്നു. യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വെടിപ്പുള്ള കൈക്കായി, നിർമ്മല ഹൃദയത്തിനായി, യേശുക്രിസ്തുവിന്റെ കൂടെ രക്തത്തിൽ കൂടെ ലഭിച്ച വിമോചനത്തിനായി ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ധൈര്യത്തോടെ കൃപാസനത്തിൽ അപ്പച്ചായെന്ന് വിളിച്ചു വന്ന് തത്സമയത്തുള്ള കൃപ പ്രാപിപ്പാനുള്ള യോഗ്യത അടിമയ്ക്ക് തന്നതിനാൽ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. വാത്സല്യ കുഞ്ഞുങ്ങൾ ദൈവകൃപയിൽ ആശ്രയിച്ച് കർത്താവിന്റെ ഗണത്താൽ യോജിപ്പിക്കപ്പെട്ട് കുടുംബമായി ഇതിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ ലോകത്തിലുള്ള മനുഷ്യർക്ക് അനുഗ്രഹമായി കർത്താവിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് ഉപയോഗമുള്ളവരായി ഇരു കുടുംബങ്ങൾക്കും ഇരു സഭകൾക്കും പ്രയോജനമുള്ളവരായി തീരുവാൻ ആഗ്രഹിച്ച ദിവസങ്ങളിൽ വന്നിരിക്കുമ്പോൾ ഞങ്ങളെ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്വർഗം എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറക്കണമേ. അവരുടെ തീരുമാനം സ്വർഗം മാനിക്കണമേ. ശുശ്രൂഷയ്ക്കായ ദൈവദാസന്മാരെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങളുടെ കർത്താവിന്റെ തിരുസാന്നിധ്യം കൊണ്ട് ഈ ഹോളിൽ എല്ലാവരുടെയും ഹൃദയത്തെ നിറയ്ക്കണമേ. ഈ ശത്രുവിന്റെ യാതൊരു കാര്യങ്ങളും ഇതിനകത്തുണ്ടാകുവാൻ ഇടയാകല്ലേ. അങ്ങനെ നാമം ഞങ്ങളിൽ മഹത്വപ്പെടുത്തണമേ. ഒരിക്കൽ കൂടെ സകല മഹത്വവും സകലമാനവും ഞങ്ങളുടെ കർത്താവിനെ അർപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ദയവായി എല്ലാവർക്കും ഇരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് കടന്നു വന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കാൻ വേണ്ടിയുള്ള സമയമാണ്. ഇന്ത്യ ദൈവസഭയുടെ കേരള സ്റ്റേറ്റ് കൌൺസിൽ സെക്രട്ടറിയും കുമ്പനാട് ഡിസ്ട്രിക്റ്റിന്റെ പാസ്റ്ററുമായ പാസ്റ്റർ തോമസ് എൻ പുളിവേലി ഇപ്പോൾ മുൻപോട്ട് വന്ന് സ്വാഗതം ആശംസിക്കും. ദൈവത്തിന്റെ ധന്യമേറിയ നാമം അനുഗ്രഹദോഷത്തിൽ വാഴ്ത്തപ്പെടുവാറാകട്ടെ. വേദിയിൽ വിഷ്ണുവായിരിക്കുന്ന സഖന്മാരായ അഭിഷിക്തന്മാര്, സദസ്സിൽ സ്നേഹിതരായിരിക്കുന്ന കുടുംബാംഗങ്ങള്, ചർച്ചക്കാര്, ശ്രോതാക്കളായ ബഹുമാന്യരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും കൃതദാസന്മാർക്കും അമുഖമായി എന്റെ സ്നേഹം അറിയിക്കുന്നു. രാജ്യത്തെ റോളിലല്ല, രാജ്യസേവന്റെ റോളിലാണ് എന്ന് തൽക്കാലം നിൽക്കുന്നത്. എന്റെ കുടുംബത്തിൽ നടക്കുന്ന വിവാഹം പോലെ വളരെ ക്രിസ്ത്യൻ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ക്രിസ്ത്യൻ ബഹുമാനീയനായ പാസ്റ്റർ ജോർജ് എബ്രഹാമിന്റെയും സിസ്റ്റർ വത്സല എബ്രഹാമിന്റെയും വാത്സല്യ മകന്റെ വിവാഹത്തോടനുബന്ധിച്ച് ഈ സദസ്സിനെ സ്വാഗതം ആശംസിക്കുന്നതിൽ ഒത്തിരി ബഹുമാനം കൊള്ളുന്നു, ഒത്തിരി സന്തോഷം കൊള്ളുന്നു. വാത്സല്യ കുടുംബം ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. മലയിൽ കുടുംബം, അതോടൊപ്പം തന്നെ ശങ്കരമംഗലം കുടുംബം കേരള ചരിത്രത്തിൽ തന്നെ വ്യക്തിമുദ്ര ലഭിച്ചിട്ടുള്ള രണ്ട് കുടുംബങ്ങളാണ്. സാമൂഹ്യ രാഷ്ട്രീയ ആത്മീയ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ കാലം വഹിച്ച സേവനങ്ങൾ എണ്ണി പറയുവാൻ ധാരാളമുണ്ട്. നമ്മൾക്ക് ഞാൻ ശ്രമം വിനിയോഗിക്കുന്നില്ല. അപ്രകാരമുള്ള അനുഗ്രഹീതമായ ഒരു ക്രിസ്തീയ പാരമ്പര്യമുള്ള നല്ല കുടുംബത്തിൽ ജനിച്ചു വളർന്ന പ്രിയ നെല്ലിയോർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രിയ പറഞ്ഞുകൊണ്ടിരിക്കുക പ്രിയ മാളിയോർത്ത് കർത്താവിനെ മഹത്വമർപ്പിക്കുന്നു. മനസ്സിലെ കുഞ്ഞുങ്ങളുടെ വിവാഹം നിങ്ങൾക്കാലം ശ്രേഷ്ഠവും അനുഗ്രഹമാക്കി നിങ്ങൾ നടത്താൻ പോകുന്നവർക്ക് കർത്താവിനെ മഹത്വമർപ്പിക്കുന്നു. വിവാഹ ശുശ്രൂഷ നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ്. കാരണം മറ്റേതൊരു കർമ്മത്തെക്കാളും മറ്റേതൊരു ചടങ്ങിനേക്കാളും ഏവരും സന്തോഷിക്കുന്ന ഒരു ഘടകമാണ് വിവാഹം. കാരണം ദൈവത്തിന്റെ വചനത്തിന്റെ അപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, വിവാഹം ഏറ്റവും മാന്യമാണ്. മറ്റെല്ലാത്തിനേക്കാളും മാന്യവും സന്തോഷവും പകരുന്ന വിവാഹം. കാരണം ദൈവത്തിന്റെ അനാദികാലമുള്ള നിർണയമായിരുന്നു വിവാഹമെന്നുള്ളത്. 30 ദിവസപ്രാണം വായിക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ
ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരു പ്രോഗ്രാമായിരുന്നു അവരോട് കൂടെ തക്കതായൊരു തൂണ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, അനേകാപക്ഷങ്ങൾ ജാതികളൊക്കെ ആദമിന് പോയി മുമ്പിലൂടെ കടന്നുപോയെങ്കിലും അതിലൊന്നും ആദം അകൃഷ്ടനായി തീർന്നില്ല. അതിലൊന്നും തനിക്കൊരു കൂട്ടുകാരെ കണ്ടെത്തുവാൻ ആദമിന് കഴിയാതിരുന്നു. എന്നാൽ അതല്ല ദൈവം ആദമിന് തക്കതായ ഉണ്ടാക്കാൻ കാരണം. മറിച്ച് പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ദൈവം ആദമിൽ ഒരു ഹവ്വായി കണ്ടു. മൃഗങ്ങളെ ഉണ്ടാകട്ടെ കൽപ്പിച്ചപ്പോൾ തന്നെ അതിനിടയിലും ഒരു തുണയുണ്ടായിരുന്നു, ഒരു ഇണയുണ്ടായിരുന്നു. വൃക്ഷങ്ങൾ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ തന്നെ ഉൽപ്പത്തിയിൽ തന്നെ അതിനൊരു ഫീമെയിലും ഒരു മെയിലും ഉണ്ടായിരുന്നു. പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം ദൈവത്തിന്റെ പ്രോഗ്രാമാണ് വിവാഹം എന്നുള്ളത്. നവവർഷത്തിന്റെ അവസാനത്തിൽ ചരിത്രപ്രകാരം എഴുതി അവസാനിക്കുമ്പോൾ, യുവ അവസാനിക്കുമ്പോൾ കാലത്തിന്റെ സമ്പൂർണ്ണതയിൽ ദൈവത്തിന്റെ തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, തന്റെ കാന്തയും താൻ ഒരുക്കപ്പെട്ടിരിക്കുന്നു. നിഴൽക്കാലം ഒരു മകൻ എന്നവരും ഭംഗിയായി ഒരുങ്ങി വേദി വന്നിരിക്കുന്നവർക്ക് സന്തോഷമുണ്ട്. നയനകൾക്ക് പ്രിയപ്പെട്ടവരെ, യുവാശേഷി സംബന്ധിക്കുന്നവര് ഈ കല്യാണത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്നതിനെയാണ് ദൈവത്തിന്റെ ഇഷ്ടം. നിഴൽക്കാല വിവാഹത്തിൽ പങ്കെടുക്കുന്ന സകലയിലും കുഞ്ഞാടിന്റെ കല്യാണത്തിൽ ഒരുക്കപ്പെട്ടവരായി കാന്തരാമണവാളന്റെ ആഗമനം സമാഗതമായിരിക്കുന്ന ഈ നാളുകളിൽ ഉറപ്പ് പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി ഈ ശുശ്രൂഷാന്തരം കടന്നു പോകണമെന്ന് ക്രിസ്തു ഞങ്ങള് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നവവധുവിനും നവവരനും എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ ഈ സമയത്ത് ആശംസിക്കുന്നു. ഇന്ന് യോഗത്തിന്റെ അധ്യക്ഷം വഹിക്കുന്ന കർത്താൽ ബഹുമാനീയനായിരിക്കുന്ന കൊച്ചി ഇന്ത്യയുടെ വൈപി പ്രസ്ഥാനത്തിന്റെ വശമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർത്താൽ ബഹുമാനീയനായ പാസ്റ്റർ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ മഹനീകരണത്തിലേക്ക് കർത്താസിനെ ഞങ്ങൾ ഹർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം വിവാഹ ശുശ്രൂഷ ആശീർവദിക്കാൻ വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന ചർച്ച് ഇന്ത്യയുടെ സംസ്ഥാന അധ്യക്ഷൻ പാസ്റ്റർ പി. ജെ. ജെയിംസ് അവറുകൾ തിരക്കിനൊടുവിലും സമയം വേർതിരിച്ച് ഈ കുടുംബത്തെയും നമ്മെ സ്നേഹിച്ച് വിവാഹ ശുശ്രൂഷ ആശീർവദിക്കാൻ കടന്നു വന്നതിൽ സന്തോഷമുണ്ട്. കർത്താവിൽ പ്രതിദാസിനെയും സ്വാഗതം ചെയ്യുന്നു. ചർച്ച് ഇന്ത്യയുടെ അഖിലേന്ത്യാ റെപ്രസെന്റേറ്റീവായി പ്രവർത്തിക്കുന്ന ചർച്ചകളുടെ കേരള സ്റ്റേറ്റ് മുൻ ഓവർസറായിരുന്ന ക്രിസ്ത്യൻ ബഹുമാനീയനായ പാസ്റ്റർ കെ. സി. ജോൺ അവറുകൾ പ്രതിദാസനെയും നിങ്ങളുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യ ദേവസഭയുടെ മുൻ ഓവർസർ വസന്ത് കുഞ്ഞപ്പി അവറുകൾ ഇപ്പോൾ കർണാടക റീജിയന്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചടങ്ങിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത് സന്തോഷമുണ്ട്. കർണനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. IPC വാളകം സെന്ററിന്റെ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ ബഹുമാനീയനായ വചന പ്രഭാഷകൻ പക്ഷെ സമീപിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. കർണനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ചർച്ച് ഇന്ത്യയുടെ ചാരിറ്റി ആൻഡ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടറും അതോടൊപ്പം തന്നെ ദേവസ്വയുടെ കൌൺസിലംഗമായിരിക്കുന്ന പാസ്റ്റർ ബെൻസ് അബ്രഹാം ക്രിസ്ത്യൻ ഞങ്ങൾ ആത്മീയ സുഹൃത്തുക്കളാണ്. കർണനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവസഭയുടെ